വെൽക്കം ടു ഫിസിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയമെൻഷണൽ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് ആണ്. അതിൽ അപ്ലിക്കേഷൻസിൽ ചെക്കിംഗ് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി ഓഫ് ഇക്വേഷൻ ആണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അതേതൊരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിളുടെ പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. എൻ്റെ പേന കൃത്യമായിട്ട് എഴുതുന്നില്ല, അതുകൊണ്ടാണ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിന്റെയും റൈറ്റ് സൈഡിന്റെയും ഡയമെൻഷൻസ് എപ്പോഴും തുല്യമായിരിക്കും. ഒരു ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിന്റെ ഡയമെൻഷനും റൈറ്റ് സൈഡിന്റെ ഡയമെൻഷനും തുല്യമായിരിക്കും. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു ഇക്വേഷൻ എടുക്കാന്ന് വിചാരിക്കുക. ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ കൈനമാറ്റിക് ഇക്വേഷൻസ് തന്നെ എടുക്കാം. v = u + at. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ് അല്ലേ, u + at. v = u + at. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ നോക്കണം. ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം ലെഫ്റ്റ് സൈഡിന്റെ ഡയമെൻഷനും റൈറ്റ് സൈഡിന്റെ ഡയമെൻഷനും തുല്യമായിരിക്കണം എന്നാണ് പറയേണ്ടത്. അപ്പൊ നമ്മൾ ഓരോ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻസ് ഫോർമുല കണ്ടെത്താൻ പോവാം. അപ്പൊ ആദ്യം v പറഞ്ഞ വെലോസിറ്റി ആണ്. v = L(t⁻⁻1). അതാണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ. നമുക്കറിയാവുന്നതാണ്. u എന്ന് പറഞ്ഞാലും വെലോസിറ്റി ആണ്, ഇനീഷ്യൽ വെലോസിറ്റി. അതിന്റെ ഡയമെൻഷൻ എന്താണ്? L(t⁻⁻1) ആണ്. ഇനിയുള്ളത് at ആണ്, ആക്സിലറേഷൻ ഇൻറ്റു ടൈം ആണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാവും? ആക്സിലറേഷൻ ഡയമെൻഷൻ എന്താ? L(t⁻2) ഇൻറ്റു t. ഓക്കെ, L(t⁻2) ചെയ്യുമ്പോൾ L(t⁻1) വരും. കൃത്യംഗങ്ങളുടെ നിയമമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരം L(t⁻1) അവിടെ വരും. അപ്പൊ നിങ്ങൾ നോക്കുക, വിയുടെ ഡയമെൻഷൻ എന്തായിരുന്നു? വിയുടെ ഡയമെൻഷൻ L(t⁻1), യുടെ ഡയമെൻഷൻ L(t⁻1), ATയുടെ ഡയമെൻഷൻ L(t⁻1) ആണ്. അതായത് ഇക്വേഷന്റെ റൈറ്റ് സൈഡത്തെ ഡയമെൻഷനും ലെഫ്റ്റ് സൈഡത്തെ ഡയമെൻഷനും ഈക്വൽ ആണ് എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇക്വേഷൻ എന്താണെന്ന് പറയാം, കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറയുന്നത്. ഡയമെൻഷൻ ഫോർമുല അറിഞ്ഞിരിക്കണം, അത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈക്വൽ ആയിട്ട് വരണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അപ്പൊ നമുക്ക് ഈ നമ്മുടെ ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ അത് കറക്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി എടുത്ത് നോക്കാം. എക്സാമ്പിൾ പ്രകാരം ഏത് കൊടുക്കാം? S = ut + ½ at². ഓക്കെ, നോക്കാം. S = ut + ½ at². ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ആദ്യം എന്താണ്? ആദ്യം ഡയമെൻഷൻ ഓഫ് S ആണ് അല്ലെ. അതായത് S എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. എസിന്റെ ഡയമെൻഷൻ എന്താണ്? L ആണ്, ലെങ്ത് L. ഇനി അടുത്ത ഡയമെൻഷൻ ഓഫ് എന്ത് നോക്കാം? യുടെ ഡയമെൻഷൻ നോക്കാം. യുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുടെ ഡയമെൻഷൻ L(t⁻1) ആണ്, ടിയുടെ ഡയമെൻഷൻ T തന്നെ ഇൻറ്റു T. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ എന്തായിരിക്കും? L തന്നെയാണ് നമുക്ക് കിട്ടുക. ഇനി ½ at², ഹാഫ് ഡയമെൻഷണൽ ക്വാണ്ടിറ്റി അല്ല, അത് നമ്മൾ നെഗ്ലക്ട് ചെയ്യണം, കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിനെ നെഗ്ലക്ട് ചെയ്യുക. ബാക്കിയുള്ള ക്വാണ്ടിറ്റി നോക്കുക, at² അല്ലെ. at² ആണ് കിടപ്പുള്ളത്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ നമുക്ക് നോക്കാം. L(t⁻2) ഇൻറ്റു t². അപ്പൊ നമുക്ക് എന്ത് കിട്ടി? L തന്നെയായിട്ട് ഡയമെൻഷൻ ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ,
അപ്പോൾ കുട്ടികളെ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ. ഡയമെൻഷൻ ഓഫ് എസ്, ലെഫ്റ്റ് സൈഡിലെ ഡയമെൻഷൻ എൽ തന്നെയാണ്. റൈറ്റ് സൈഡിലെ ഡയമെൻഷൻ ഓരോന്നും എടുത്തപ്പോഴും എന്താണ് ഡയമെൻഷൻസ് ഒക്കെ എൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ ഇക്വേഷൻ കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം. എസ് ഈക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ കറക്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നമുക്ക് എടുത്തു നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ തന്നെയുള്ള ഒരു ചോദ്യം ആവട്ടെ. half mv square equal to mgh. half mv square equal to mgh. half mv square equal to mgh. അപ്പോൾ ഇതിന്റെ ഡയമെൻഷണൽ ഇക്വേഷൻസ് നമുക്ക് കണ്ടെത്താൻ നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഇക്വേഷൻ എങ്ങനെ കറക്റ്റ് ആവണം എന്നുള്ളത്. ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡിന്റെ ഇക്വേഷൻ നോക്കാം. ലെഫ്റ്റ് സൈഡിൽ ഹാഫ് എം ബി സ്ക്വയർ, അത് നമുക്കറിയാലോ. ഹാഫ് എന്ന് പറഞ്ഞത് ഒരു കോൺസ്റ്റന്റ് ആണ്, അപ്പം അതിനെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആകെ എടുക്കേണ്ട എന്താണ്, എം ബി സ്ക്വയർ ആണ്. എമ്മിന്റെ ഡയമെൻഷൻ എന്താണ്, എം തന്നെ അല്ലേ. എം എന്ന മാസ്, ദെൻ ബി സ്ക്വയർ, ബി എന്ന് പറഞ്ഞ വെലോസിറ്റി ആണ്, അത് എൽ സ്ക്വയർ. എൽ ടി റേസ് ടു മൈനസ് വൺ ഹോൾ സ്ക്വയർ, ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, ദിസ് ഈക്വൽ ടു എം എൽ സ്ക്വയർ ടി റേസ് ടു -2 സ്ക്വയർ ആയിട്ടാണ് ലെഫ്റ്റ് സൈഡിന്റെ ഡയമെൻഷൻ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡിന്റെ ഡയമെൻഷൻ എല്ലാവർക്കും കിട്ടിയല്ലോ. ഇനി നമുക്ക് റൈറ്റ് സൈഡിന്റെ ഡയമെൻഷൻ നോക്കാം. റൈറ്റ് സൈഡിന്റെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലെഫ്റ്റ് സൈഡ് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഞാനിവിടെ ഇത് ബോർഡ് മായ്ക്കാൻ പോവാണേ. MGH MGH. എമ്മിന്റെ ഡയമെൻഷൻ എം തന്നെ, മാസിന്റെ ഡയമെൻഷൻ എം. ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സിലറേഷൻ എൽ ടി റേസ് ടു -2. എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എൽ ആണ് അല്ലേ, ലെങ്ത് ആണ് ഡയമെൻഷൻ ആയിട്ട് വരുന്നത്. അതായത് ഇതിന്റെ ഡയമെൻഷൻ എങ്ങനെ എഴുതാം, എം എൽ സ്ക്വയർ ടി റേസ് ടു -2. അപ്പൊ ഇത് തന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്, എം എൽ സ്ക്വയർ ടി റേസ് ടു -2. അപ്പൊ നമുക്ക് എന്ത് പറയാം, റൈറ്റ് സൈഡിന്റെ ഇക്വേഷനും ലെഫ്റ്റ് സൈഡിന്റെ ഇക്വേഷനും സെയിം ആണ്. അതുകൊണ്ട് ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഡയമെൻഷണൽ അനാലിസിസിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി യൂസ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡത്തെ ഇക്വേഷൻ്റെയും റൈറ്റ് സൈഡിൻ്റെ ഇക്വേഷൻ്റെ ഡയമെൻഷൻസ് സെയിം ആയിട്ട് വരണം. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്. അതിന് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഡയമെൻഷൻ ഫോർമുലാസ് അറിയുക എന്നുള്ളതാണ്. ഡയമെൻഷൻ ഫോർമുലാസ് അപ്ലൈ ചെയ്യാൻ നമുക്ക് അത് അറിയേണ്ടതായിട്ടുണ്ട്. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ ഫോർമുലാസ് എങ്ങനെ വരുന്നു എന്ന് നോക്കുക, അത് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് അത് ഇതിൽ അപ്ലൈ ചെയ്യേ വേണ്ടുള്ളൂ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഹോമോജിനിറ്റി നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു.